ഈ യുദ്ധത്തിൽ ഏറ്റവും പരിക്കേൽക്കുന്ന ഇറാൻ തന്നെയാണ്. ഇപ്പോൾ തന്നെ മരണസംഖ്യ എത്രയാണ്? 500 കടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും മിനിഞ്ഞാന്ന് രാത്രിയും നമ്മൾ നോക്കുമ്പോൾ വലിയ തോതിലുള്ള ബരാജുകൾ, മിസൈൽ ബരാജുകൾ വരുന്നുണ്ട്. ഇന്നത് കുറവാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് അമേരിക്കയുടെ ബോംബിങ്ങിൽ അവരുടെ ലോഞ്ചിങ് സംവിധാനങ്ങൾ തകർന്നുകൊണ്ടാണോ, അവരുടെ മിസൈൽ ക്യാപ്പബിലിറ്റീസ് തകർക്കുന്നതുകൊണ്ടാണോ? അത് നമുക്കറിയില്ല. ഇത് എത്ര നാൾ നീളുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇത് ഒരാഴ്ച, 2 ആഴ്ച, 4 ആഴ്ച വരെ നീളാമെന്നല്ല ട്രംപ് പറയുന്നത്. ഈ 4 ആഴ്ച നീളുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഇറാൻ ഒരു മിസൈൽ അയക്കുമ്പോൾ അത് ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 or 4 ഇൻ്റർസെപ്റ്റിംഗ് മിസൈൽസ് വേണം. അവരുടെ താഡോ അല്ലെങ്കിൽ പാട്രിയറ്റോ ഒക്കെ വേണം. ഇറാൻ്റെ ഒരു 5000 മിസൈൽ ഉണ്ടെന്ന് കരുതുക. ഇറാൻ്റെ മിസൈൽ ശേഖരത്തിൽ ഇപ്പോൾ ഹ്രസ്വദൂര, മധ്യദൂര, ഇൻ്റർ കോണ്ടിനെൻ്റലൊക്കെ ആയിട്ട് ഒരു 5000 മിസൈലുണ്ട്. ഈ 5000 മിസൈൽ 2500 മിസൈൽ അവർ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിലുള്ള ഈ പറയുന്ന ഈ ഷീൽഡ് സംവിധാനങ്ങൾ, അത് അയൺ ഡോം ആവട്ടെ, മറ്റ് എന്തെങ്കിലും സംവിധാനങ്ങളാവട്ടെ, ഇത് ഉപയോഗിക്കാനുള്ള സ്റ്റോക്ക് പൈൽ വേണമല്ലോ. ഇവർക്ക് എത്ര നാൾ ഇത് നിർത്താൻ കഴിയും? ഇതൊരു 3 ആഴ്ചയിൽ കൂടുതലായി ഇറാൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകണമെന്ന് കരുതുക. അത് അമേരിക്കയും ഇസ്രായേലും പ്രശ്നമാവും. അതിനു മുമ്പ് അത് തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പോൾ ട്രംപ് ചെന്നുപെട്ടിട്ടുള്ളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള വലിയ സൈനിക ശക്തി, ഇപ്പോൾ GCC രാജ്യങ്ങളിൽ സൗദി ഒരു വലിയ സൈനിക ശക്തിയാണ്, അവർ വളരെ മിതമായാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ UAE ബഹ്റൈനോ ഖത്തറോ പ്രതികരിച്ചതുപോലെ അത്ര ശക്തമായ ഭാഷയല്ല സൗദി പ്രതികരിക്കുന്നത്. സൗദിക്ക് പോലും ഇതറിയാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും, ഇറാൻ എന്തുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്നു, അരാംകോ ആക്രമിക്കുന്നുവെന്നും, ഓയിൽ കപ്പൽ മുക്കുന്നുവെന്നും, UAE ആക്രമിക്കുന്നുവെന്നും സൗദിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റുപ്പിഡിറ്റി എത്ര നാൾ നീളുമെന്നേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ട്രംപിന് അസാധ്യമാണ്. ഇസ്രായേലിന് ആ താല്പര്യം ഉണ്ടാവും. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോയാൽ അവർക്കും പ്രശ്നം, ഇസ്രായേലിന് ഉൾപ്പെടെ പ്രശ്നമായി മാറുന്ന ഒരു യുദ്ധമാവും ഇത്.